ഹലോ, ഇത് കണ്ടോ? ഇത് ഞാൻ ഡ്യുവറ്റ് ചെയ്ത വീഡിയോ ആണ്. ആ ഡ്യുവറ്റ് ചെയ്ത വീഡിയോക്ക് ലഭിച്ചിരിക്കുന്ന വ്യൂസ് 1.2 മില്യൺ വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ $11.14 വെറും ആ ഒരു വീഡിയോക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1100 അടുത്തായിട്ട് വന്ന് ഈ ഒരു വീഡിയോക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതുകൂടാതെ ഞാൻ വീണ്ടും മറ്റുള്ള വീഡിയോസൊക്കെ എന്റെ കാണിക്കാൻ ഞാൻ ഇതിപ്പോ ഈ ഒരു വീഡിയോക്ക് നോക്കിയൊക്കെ ഇതും ഡ്യുവറ്റ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോക്ക് എനിക്ക് ലഭിച്ചിട്ടുള്ളത് $3.13 ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ വേറെയും ഒരുപാട് ഡ്യുവറ്റ് വീഡിയോ നിങ്ങൾ നോക്കി നോക്കും. ഈ ഒരു വീഡിയോക്ക് ലഭിച്ച് നോക്കി നോക്കുക $2.44 ഇതിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ലഭിച്ചിട്ടുള്ളത് നോക്കുക $2.71 അപ്പോൾ നമ്മൾ ഡ്യുവറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയാലും മറ്റുള്ളവരുടെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കണ്ടന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കും അതിന് ഗുണം ലഭിക്കും. കാരണം വ്യൂസ് കൂടുതൽ ലഭിക്കും അവരുടെ പെർഫോമൻസ് കാരണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ട് പോകുന്നത്. പല ആൾക്കാർക്കും ഡെയിലി വീഡിയോ ഇടാനുള്ള കണ്ടന്റ് കിട്ടാറില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഡ്യുവറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഓരോ വീഡിയോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റീലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ഒരു റീലുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഏത് റീലാണ് വേണ്ടത് നമുക്ക് ഡ്യുവറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആദ്യം നമ്മൾ സെലക്ട് ആക്കാം. ഓക്കെ, ഒരു കാര്യം ഓർക്കുക, നമ്മൾ കാണുന്ന എല്ലാ റീൽസിനും നമുക്ക് ഡ്യുവറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ല. ഈ അവർ ചെയ്യുന്നവരും കൂടി നമ്മൾക്ക് റിമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ അനുവദിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ള റീൽസിനും നമുക്ക് ഡ്യുവറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കാറുള്ളൂ. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇവരുടെ കണ്ടന്റിന് ഞാൻ പിന്നെ ഡ്യുവറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ താഴെയുള്ള ഈ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കണ്ട ഇവര് നമുക്ക് ആ റിമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓഫ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ റിമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള വീഡിയോ നമ്മൾ ആദ്യം സെലക്ട് ആക്കാം. ഇതൊരു കോമഡി വീഡിയോ ആണ്. ഓക്കെ, ഇതൊരു കോമഡി വീഡിയോ ആണ്. ഇത് നമുക്ക് റിമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ റിമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫ് ആക്കി വെച്ചിട്ടാണ്. ഇത് നോക്ക്, ഇതൊരു നമ്മളൊരു ഇമോഷണൽ വീഡിയോ ആണ്. ഇമോഷണൽ വീഡിയോ ഒക്കെ നമുക്ക് ഡ്യുവറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 3 ഡോട്ടിൽ നമുക്ക് ക്ലിക്ക് ആക്കാം. ഇവിടെയുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ റിമിക്സ് ദിസ് റീൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ആക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റേ വീഡിയോ ലെഫ്റ്റ് സൈഡിലും കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ ഒരു വീഡിയോ ലെഫ്റ്റിലുള്ള വീഡിയോയുടെ പിന്നെ അതിന്റെ കണ്ടന്റിനനുസരിച്ചിട്ട് നമ്മളൊന്ന് റിയാക്ഷൻ ചെയ്യാം. അത് കോമഡി ആണെങ്കിൽ കോമഡി ആയിട്ട് നമുക്ക് എക്സ്പ്രഷൻ കൊടുക്കുക. ഇനി അഥവാ ഇമോഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ആ വീഡിയോയിൽ എന്താണുള്ളത് അതിനനുസരിച്ച് നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുക. എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയാം. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കി. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യാം. നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ബൊമ്മ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടാവണം അതിൻ്റെ അകത്ത്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടെക്സ്റ്റ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ടെക്സ്റ്റ്, ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലുള്ള മാറ്റർ എന്താണ് അത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ചെയ്യുക, ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ മുകളിൽ ഇവിടെ വെക്കാൻ കഴിയില്ല, ഈ താഴെ തന്നെ ഇവിടെ വെച്ച് കൊടുക്കുക. അത് ചെറുതാക്കണമെങ്കിൽ നമ്മൾ 2 കൈ കൊണ്ട് ഇങ്ങനെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കർ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റിക്കർ തൊട്ട് അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കർ സെലക്ട് ആക്കാം. എന്നിട്ട് ഇത് താഴെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ മ്യൂസിക് ആഡ് ആക്കണമെങ്കിൽ മ്യൂസിക് ആക്കാം. ഇതിന് മ്യൂസിക് ആഡ് ആക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അതിൽ ഓൾറെഡി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും 2 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും റിമിക്സ് ചെയ്തതിന് ശേഷം ഇതും കൂടി വെച്ച് കൊടുക്കുന്ന നല്ലതായിരിക്കും. കാരണം ഈ ടെക്സ്റ്റും അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ കണ്ടന്റ് ആണ്, അതിൽ നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു ടെക്സ്റ്റും അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ കണ്ടന്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വെറും ബൊമ്മ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടന്റ് എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അതിന് എക്സ്പ്രഷൻ കൊടുക്കണം. കോമഡി ആണെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ കൊടുക്കണം, ഇമോഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ കൊടുക്കണം. ഓക്കെ, ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക, അതുപോലെ തന്നെ സ്റ്റിക്കറും കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പോവാം. നെക്സ്റ്റിൽ പോയതിനു ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് അവിടെ ക്യാപ്ഷൻ ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മളിവിടെ ഈ വീഡിയോക്ക് അനുസരിച്ചുള്ള ക്യാപ്ഷൻ കൊടുക്കാം. ഓക്കെ, ക്യാപ്ഷൻ നല്ല രീതിയിൽ ആ ക്യാപ്ഷൻ
വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്ഷൻ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം അതിനനുസരിച്ചുള്ള ഒരു 5 ഹാഷ്ടാഗ് കൊടുക്കുക, 4-5 ഹാഷ്ടാഗ് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അറിയില്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുക, റീൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴേക്ക് പോവുക. താഴേക്ക് പോയിട്ട് ഇവിടെ ഷെയർ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഡ്യുവറ്റ് വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടന്റ് ഇല്ലാത്തവർക്ക് നിങ്ങൾ കണ്ടന്റ് ഇല്ല എന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതും ഇങ്ങനെ നമ്മൾക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡെയിലി ഓരോ റീൽസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിരവധി പേര് ഇങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കഴിവില്ലാത്ത പല ആൾക്കാരും പല വൈറലായിട്ടുള്ള വീഡിയോസ് തെരഞ്ഞു പിടിച്ചിട്ട് അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഇത് ചെയ്യാം. ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ പോളിസിക്കെതിരായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ഏർണിംഗ്സും ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.